അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുസ്ലിം ലീഗ് സൈബർ വിങ്ങിലെ നേതാക്കളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പരമപ്രധാനമായ ഒരു ചർച്ച ഈ ഗ്രൂപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾക്ക് ഏവർക്കും മനസ്സിലാക്കേണ്ട വ്യക്തമായിട്ടുള്ള വിവരണങ്ങൾ ബഹുമാനപ്പെട്ട നാസർ ഫൈസി ഉസ്താദ് ഇവിടെ നൽകിക്കഴിഞ്ഞു. മാത്രവുമല്ല, ഈ ഗ്രൂപ്പിൽ നമ്മളെക്കാളൊക്കെ എത്രയോ രാഷ്ട്രീയ ബോധവും വിദ്യാഭ്യാസവുമുള്ള അനുഭവ സമ്പത്തുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കൂട്ടത്തിൽ ഈ വിനീതന ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുകയാണ്. വാട്സപ്പിൻ്റെ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന പാതയൊരുക്കിയിട്ട് നമ്മുടെ ഹരിത പ്രസ്ഥാനത്തിന് ഒരുപാട് സംഭാവന നൽകുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ് നമ്മുടെ ഈ ഗ്രൂപ്പ്. അതുകൊണ്ട് തന്നെ ഇതിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കാളിയാകുക എന്നത് നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അഭിമാനമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിനീതനായ ഞാനും ഈ ചർച്ചയിൽ ചെറിയ വാക്കുകൾ കൊണ്ട് പങ്കാളിയാകാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചർച്ച സംഘടിപ്പിച്ച ഇതിൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകും. ഈ തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ ഭരണമാറ്റത്തിന് നടക്കുന്ന ഒരു പ്രക്രിയയിൽ പങ്കാളികളാകുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് മറ്റേതിനേക്കാളും വളരെ ഗൗരവതരമുള്ളതും വളരെയേറെ സൂക്ഷ്മതയോടുകൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ 2024 ഈ തെരഞ്ഞെടുപ്പിൽ നമ്മളെ പാർട്ടി എടുത്ത ചില നിലപാടുകളുണ്ട്, മാതൃകാപരമായിട്ടുള്ള ചില നിലപാടുകൾ. മുസ്ലിം ലീഗിന് അധികാരത്തേക്കാൾ അപ്പുറത്തേക്ക്, മുസ്ലിം ലീഗിന് സ്ഥാനമാനങ്ങളെക്കാൾ അപ്പുറത്തേക്ക്, മുസ്ലിം ലീഗിന്റെ അംഗങ്ങളുടെ വലിപ്പം കൂട്ടുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം നൽകുന്ന, രാഷ്ട്രീയം പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ നോക്കിക്കാണുന്ന മുഴുവൻ ആളുകൾക്കും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന സമീപനമായിട്ടാണ് മുസ്ലിം ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോയിട്ടുള്ളത്. നമുക്കറിയാം, നമുക്ക് 2 സീറ്റല്ല, നമുക്ക് എത്രയോ 4, 5, 6 സീറ്റുകൾക്ക് വരെ നമ്മൾ അർഹതപ്പെട്ടവരാണ് എന്ന് നമ്മളെക്കാൾ ബോധ്യം നമ്മുടെ ശത്രുക്കളുണ്ടായിട്ട് അവർ അത് വിളിച്ചു പറയുക പോലും ചെയ്തു. പക്ഷെ മുസ്ലിം ലീഗ് 2, 3 ആക്കാൻ വേണ്ടി വാശി പിടിക്കാതെ, ചോദിച്ചാൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ അശേഷം ആർക്കും സംശയമില്ല. പക്ഷെ മുസ്ലിം ലീഗ് അത് ചോദിക്കാതെ അടിയുറച്ച് നിന്നത് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പാർട്ടിയുടെ വണ്ണം വലുതാക്കാനോ പാർട്ടിയുടെ അംഗങ്ങളുടെ എണ്ണം കൂട്ടാനോ അത്തരം കാര്യങ്ങളിലായിരുന്നില്ല മുസ്ലിം ലീഗിന്റെ ഈ പാർട്ടിയുടെ നിലപാടും ഈ പാർട്ടിയുടെ ലക്ഷ്യവും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ആ സീറ്റിന്റെ കാര്യത്തിൽ ചർച്ചകൾ വന്നപ്പോൾ നമ്മളൊക്കെ പല ലീഗിന്റെ പ്രവർത്തകന്മാർക്കും എന്തേ ലീഗ് 3 സീറ്റ് വാങ്ങാത്തത് എന്ന് നമ്മൾ ചോദിച്ചവരുണ്ട്, നമ്മളെ കൊണ്ട് ചോദിപ്പിച്ചവരുണ്ട്, നമ്മളെ പരിഹാസ രൂപേണ ആ വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചവരുണ്ട്. അവർക്ക് മുമ്പിലൊക്കെ നമ്മൾ പറഞ്ഞത് ലീഗിന് സീറ്റിന്റെ എണ്ണമല്ല വലുത് എന്ന് നമ്മൾ പറഞ്ഞത്, ഈ തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ടുകൊണ്ട പാർട്ടി മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാൾ കൂടുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്നുള്ള വ്യക്തമായ ഒരു സത്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി നിങ്ങൾ നോക്ക്, നമ്മുടെ ഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് രൂപീകരിച്ചതിന് തൊട്ട് ഇങ്ങോട്ട് ഇന്ത്യയിൽ എത്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, എത്ര പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യയിൽ നടന്നു പോയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ, ഏതെങ്കിലും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നിങ്ങൾ പരാജയപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ലീഗിനെ രൂപീകരിച്ച അന്ന് തൊട്ടിങ്ങോട്ട് നടന്ന മുഴുവൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തരുതേ എന്ന് ഒരു മാറ്റവുമില്ലാതെ ഓരോ തെരഞ്ഞെടുപ്പിലും ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞ ഏക രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവസരത്തിനൊത്ത് നിറം മാറിയപ്പോ, നിലപാട് മാറ്റിയപ്പോ ഒരുപാട് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തുകളും, നിങ്ങൾ അധികാരത്തിന് വേണ്ടി കോൺഗ്രസിന്റെ വാലിൽ തൂങ്ങുകയാണ് എന്ന് പരിഹസിച്ചവർക്ക് പോലും പുഞ്ചിരിയോടെ അതിനെ എതിരേറ്റുകൊണ്ട് ഒരു മാറ്റവുമില്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്നിൽ അടിയുറച്ചു നിന്ന പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഒരു തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടില്ല കോൺഗ്രസിനെ നിങ്ങൾ പരാജയപ്പെടുത്തണമെന്ന്. എന്നാലോ രൂപീകരിച്ച അന്ന് തൊട്ട് സകല പാർട്ടി കോൺഗ്രസിലും കോൺഗ്രസ് വിരുദ്ധ പ്രമേയം പാസാക്കിയിട്ട് പ്രവർത്തിക്കുകയും കോൺഗ്രസിനെ കുഴിച്ചുമൂടാൻ വേണ്ടിയിട്ട് സിമ്പോസിയങ്ങളും സമ്മേളനങ്ങൾ നടത്തി പ്രവർത്തിച്ച പാർട്ടിക്കാരൊക്കെ അവസാനം മുസ്ലിം ലീഗ് പറഞ്ഞ ആ തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുള്ളത്?
ഞാനടക്കമുള്ള മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ദീർഘവീക്ഷണമുള്ള ഒരു നേതൃത്വത്തെ അള്ളാഹു നമ്മൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന, കഴിഞ്ഞുപോയ ഭവിഷ്യത്തുകളെ കുറിച്ച് ഓർമ്മയുള്ള, അതിന് പാഠം പഠിച്ചിട്ട് അനുഭവ സമ്പത്തുള്ള ഒരു നല്ല നേതൃത്വം മുസ്ലിം ലീഗിന് അള്ളാഹു കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളെ പരിഹാസം കൊണ്ട് പൊതിഞ്ഞപ്പോഴും നമ്മൾ സീറ്റിന്റെ വണ്ണത്തിന് വേണ്ടി ചോദിക്കാതെ, സീറ്റുകളെ എണ്ണം കൂട്ടാൻ വേണ്ടി ചോദിക്കാതെ, നമ്മളൊരു പതാക ഉയർത്തിയില്ല എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ചവർക്ക് മുമ്പിൽ നമ്മൾ മുട്ടുപടക്കാതെ അന്തസ്സോട് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വന്നിട്ടുള്ളത്, നമ്മൾ ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസ് എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ട്. കോൺഗ്രസ് എന്താണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. നമ്മൾ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളാണ്. പോരായ്മകൾ കോൺഗ്രസിന് ഉണ്ടായിട്ടുണ്ട്, തെറ്റുകൾ കോൺഗ്രസിന്റെ മുന്നിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ തെറ്റുകളൊക്കെ തിരുത്തി കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. അത് തിരുത്തിക്കാൻ നമുക്ക് കഴിയുന്നുമുണ്ട് നമ്മൾ കോൺഗ്രസിന്റെ ഒപ്പം നിൽക്കുന്നത് കൊണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, നിങ്ങൾ കോൺഗ്രസിന് പിന്തുണ കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും പരിഹസിക്കുന്ന ആളുകളാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ള ആളുകൾ. നിങ്ങൾ നോക്ക്, ഞാൻ മേലെ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിസ്റ്റുകാരൻ എപ്പോഴാണ് ഈ രാജ്യത്ത് ബോധോദയം ഉണ്ടായിട്ടുള്ളത്? അവൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് അവന്റെ പാർട്ടി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തിയത് തന്നെ ഈ കഴിഞ്ഞ വർഷമല്ലേ? എന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിൽ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റുകാരന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആഗസ്റ്റ് 15, ആപത്ത് 15 റിപ്പബ്ലിക് ദിനം കരിദിനമൊക്കെ ആക്കി ആചരിച്ചിരുന്ന സഖാക്കന്മാർക്ക് നരേന്ദ്രമോദി എന്ന് പറയുന്ന RSSന്റെ ഫാസിസത്തിന്റെ മൂർത്തീഭാവമായി കഴിയുന്ന ആ മനുഷ്യന്റെ കയ്യിൽ ഈ രാജ്യം എരിഞ്ഞമർന്ന് നിൽക്കുന്ന ഒരു അവസരം വേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റുകാരന് ആഗസ്റ്റ് 15 ആഘോഷിച്ചുകൊണ്ട് അവന്റെ പാർട്ടി ഓഫീസിന് മുമ്പിൽ പതാക ഉയർത്താൻ. ഇതാണ് മുസ്ലിം ലീഗ്. ചെറിയ പാർട്ടിയാണെങ്കിലും ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വലിയ ഒരു സന്ദേശം എന്താണ് എന്ന് ലീഗിനെ നോക്കിക്കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കോൺഗ്രസിനെ കുറ്റം പറഞ്ഞുകൊണ്ട്, കോൺഗ്രസ് ഇതാ BJPയിലേക്ക് ആളുകൾ കൊഴിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ നിരാശരാക്കാൻ വേണ്ടി വരുന്ന ആളുകളുണ്ട്. നമുക്കൊക്കെ സത്യാവസ്ഥ അറിയാലോ. കോൺഗ്രസ് ആളുകൾ പോകുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. അതിങ്ങനെ വലിയ ചർച്ചയാകുന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ഒരുപാട് കാലം ഭരിച്ച പാർട്ടിയാണ്. കോൺഗ്രസിനുള്ളതുപോലെ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിനുണ്ടായിരുന്നതുപോലെ പ്രതിപക്ഷ നേതാവുമാർ, കോൺഗ്രസിനുണ്ടായതുപോലെ MLA മാർ, കോൺഗ്രസിനുണ്ടായതുപോലെ MP മാർ, കോൺഗ്രസിനുണ്ടായതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇന്ത്യയിൽ അവകാശപ്പെടാനില്ല. അതുകൊണ്ട് പോകുന്നവരൊക്കെ ഒരു അഡ്രസ് ഉണ്ടാകും. ഒന്നുകിൽ മുൻ MP ആയിരിക്കാം, അല്ലെങ്കിൽ നിലവിൽ MP ആയിരിക്കാം, അല്ലെങ്കിൽ മുൻ MLA ആയിരിക്കാം, മുൻ മുഖ്യമന്ത്രി ആയിരിക്കാം. ഇങ്ങനെ ഒരു അഡ്രസ്സിലൂടെ അറിയപ്പെടുന്ന ആളുകൾ പോകുന്നത് കണ്ടാണ് വലിയ ചർച്ചയാകുന്നത്. എന്നാൽ 3.5 പതിറ്റാണ്ട് കാലം ഭരിച്ച ഒരു സംസ്ഥാനത്ത് നിന്ന് CPM എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും ആളുകൾ കൊഴിഞ്ഞു പോയിട്ട് ആ സംസ്ഥാനത്ത് ഒരു വാർഡിൽ പോലും നിവർന്നു നിൽക്കാൻ ഗതിയില്ലാതെ ആ പാർട്ടി അതപ്പതിച്ചിട്ട് കോൺഗ്രസ് നിന്ന് ആളുകൾ പോയി എന്ന് പറയുന്ന സംസ്ഥാനത്തൊക്കെ ഇപ്പോഴും കോൺഗ്രസിന് MP മാരുണ്ട്, MLA മാരുണ്ട്, പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമുണ്ട്. കോൺഗ്രസിന് യൂണിറ്റ് കമ്മിറ്റികളില്ലാത്ത ഒരു സംസ്ഥാനവുമില്ല. എന്നാൽ 35 കൊല്ലവും 20 കൊല്ലവും കൈയടക്കി വെച്ച് ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച നാട്ടിൽ അവന്റെ പാർട്ടിയിൽ നിന്നും ആളുകൾ കൊടിഞ്ഞു പോയപ്പം ഈ നിമിഷം വരെ ഒരു വാർഡിൽ പോലും നിവർന്നു നിൽക്കാൻ ത്രാണി ഉണ്ടായിട്ടില്ല. ആ സ്ഥാനത്താണ് കോൺഗ്രസ് 16 സീറ്റുള്ള സ്ഥലത്ത് നിന്നും ഒരു സംസ്ഥാനത്തിന്റെ അധികാരം പിടിക്കുന്നത്. BJP മലർത്തി അടിച്ചുകൊണ്ട് 131 സീറ്റ് വാങ്ങിയിട്ട് സംസ്ഥാനത്ത് അധികാരം പിടിച്ചിട്ടുള്ളത്. BJP കുതിരക്കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുത്തത് കൊണ്ടാണ് പല സംസ്ഥാനത്ത് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടത്. ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാതെ വളഞ്ഞപടിയിലൂടെ BJP നടത്തിയ കുതിരക്കച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് അധികാരം നഷ്ടപ്പെട്ടത്. ഇവിടൊക്കെ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റ് വന്നത് കോൺഗ്രസ് എന്ന വികാരത്തെ, കോൺഗ്രസ് എന്ന നിലപാടിനെ ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നു, അതിന് 100% അംഗീകരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണത്. ഇനി നിങ്ങൾ നോക്ക്, കോൺഗ്രസ് ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാരൻ ഈ രാജ്യം ഇട്ടേച്ച് എറിഞ്ഞു പോകുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്നുള്ളതാണ്. അത്രയും ചർച്ചകളിലേക്കൊന്നും പോകേണ്ട ആവശ്യം ഈ ഗ്രൂപ്പിലില്ല എന്ന് എനിക്കറിയാം. ഒരുപാട് രാഷ്ട്രീയ വിദ്യാഭ്യാസം പഠിച്ചിട്ടുള്ള, നമുക്ക് ക്ലാസ് എടുക്കാൻ യോഗ്യരായിട്ടുള്ള വലിയ നേതൃനിരയുള്ള ഒരു ഗ്രൂപ്പാണ്. എങ്കിലും ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ കയ്യിലേക്ക് ഈ രാജ്യത്തിന്റെ അധികാരം ബ്രിട്ടീഷുകാർ ഇട്ടെറിഞ്ഞു പോകുമ്പം ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്? അവിടുന്ന് ഈ രാജ്യത്തിന്റെ ഈ ഉയർച്ചയിലേക്ക് എത്തിയത് ഈ 10 കൊല്ലത്തെ സംഘപരിവാറിന്റെ ഭരണത്തിന്റെ കീഴിലാണോ? അതിന്റെ ഇടയിൽ കോൺഗ്രസ് ഇതിനെ സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടിയ ഒരു മുന്നണിയുടെ ഭരണത്തിന്റെ ഫലമായിട്ടാണോ? ഏത് മനുഷ്യനാണ് അറിയാത്തത് ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തെ അത്യുന്നതിയുടെ പദവിയിലേക്ക് എത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന്? ദണ്ഡിയാത്ര നടത്തിയ കോൺഗ്രസ്, ഉപ്പ് സത്യാഗ്രഹം നടത്തിയ കോൺഗ്രസ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നടത്തിയ കോൺഗ്രസ്, മതേതരത്വത്തിൽ വെള്ളം ചേർക്കാത്ത കോൺഗ്രസ്, നമുക്കങ്ങനെ അഭിമാനത്തോടെ പറയാൻ പറ്റും. പക്ഷെ നിങ്ങൾ നോക്ക്, കോൺഗ്രസിനെ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ പരിഹസിക്കാൻ പറയുന്ന, കുറ്റം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൊന്ന് ആലോചിച്ച് നോക്ക്.
ഞാൻ ചോദിക്കട്ടെ ഈ ഗ്രൂപ്പിലൂടെ എന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, നമുക്കൊക്കെ സുഹൃത്തുക്കളുണ്ടല്ലോ മുസ്ലിം സഖാക്കന്മാരായിട്ടുള്ള ആളുകൾ, ഏതെങ്കിലും ഒരു സഖാവിനെ കൊണ്ട് നമ്മൾക്ക് ആർക്കെങ്കിലും ഒരു ചോദ്യത്തിന് മറുപടി അറിയിക്കാൻ സാധിക്കുമോ? നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുള്ള മാപ്പിള സഖാവിനോട് ചോദ്യം ചോദിക്കി. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിച്ച ഒരുപാട് വിഷയങ്ങൾ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിച്ച ഒരുപാട് വിഷയങ്ങൾ, ശരീഅത്ത്, ഏക സിവിൽ കോഡ്, ബാബരി മസ്ജിദ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ. ഈ വിഷയങ്ങളിൽ കോൺഗ്രസിനെയും മാറ്റിവെച്ച് ലീഗിനെയും മാറ്റിവെച്ച് ഈ മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇൻകുലാബ് വിളിക്കുന്ന സഖാക്കള് അവര് മുസ്ലിങ്ങളാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഇത്തരം വിഷയങ്ങളിൽ CPM എന്ത് കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്ക്. ശരീഅത്ത് ഇന്ത്യയിലെ ലീഗിനെ ബാധിച്ച വിഷയമായിരുന്നോ? ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ബാധിച്ച വിഷയമായിരുന്നില്ലേ? ആ വിഷയത്തിൽ CPM മുദ്രാവാക്യം വിളിക്കുന്ന മുസ്ലിം സഖാവിന് CPM എന്ത് നീതിയാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്? ഇനി ബാബരി മസ്ജിദിന്റെ അടുക്ക്, ബാബരി മസ്ജിദിന്റെ പാപഭാരം കോൺഗ്രസിനെ തലയിൽ വെച്ച് കെട്ടിയിട്ട് ഇന്നും യാതൊരു നാണവുമില്ലാതെ പ്രചരിപ്പിക്കുന്ന സഖാവിനോട് ചോദിക്കും, കോൺഗ്രസിനെ മാറ്റി നിർത്ത്, ലീഗിനെ മാറ്റി നിർത്ത്. നിന്റെ പാർട്ടിയിൽ സിന്ദാബാദ് വിളിക്കുന്ന ചില അമ്മദും ചില ബോക്കറും ചില മുഹമ്മദും ചില അബൂബക്കറും കണ്ടല്ലോ, അവരെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിങ്ങളെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്താനെങ്കിലും ബാബരി മസ്ജിദിന്റെ പേരിൽ നിങ്ങൾ നടത്തിയ പോരാട്ടം എന്താണ്? ബാബരി മസ്ജിദിന്റെ പേരിൽ നിങ്ങളെടുത്ത നിലപാട് എന്താണ്? 1992 ഡിസംബർ 6 ശേഷം പള്ളി പൊളിച്ചതിന് ശേഷം ഇന്ത്യയുടെ പാർലമെന്റിൽ എത്ര CPM MP കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു ദിവസം ഒരു CPM MP എണീറ്റ് നിന്നിട്ട് ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ, ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് തന്നെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു CPM MP ഒരു പ്രസംഗമോ ഒരു പ്രമേയമോ അവതരിപ്പിച്ചത് കാണിക്കാൻ പറ്റുമോ? ഇനി അതെല്ലാം പോട്ടെ, ബാബരി മസ്ജിദിന്റെ വിധി വന്നല്ലോ. ആ വിധി വന്നതിന് ശേഷം ആ വിധി ഞങ്ങൾ അംഗീകരിക്കില്ല, ഈ പള്ളി ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിനെ കാണിച്ചു തരാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു രൂപത്തിൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് നടക്കുക എന്നല്ലാതെ ഏതെങ്കിലും രൂപത്തിൽ ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച മുസ്ലിം സഖാക്കൾക്ക് നീതി കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടെങ്കിലും നീതി വാങ്ങിക്കൊടുത്തിട്ടുണ്ടോ സഖാക്കന്മാര്? ഇല്ലല്ലോ. ഇപ്പോഴും തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം അത്രയും വിഷയങ്ങളെ കാണുന്ന CPM കാപട്യത്തെക്കുറിച്ച് ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പില് NRCയും CIAയും മുഖ്യ വിഷയമായിട്ട് എല്ലാവരും ഉയർത്തിക്കൊണ്ട് വന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്നാൽ ഈ കേരളത്തിന്റെ ഇട്ടാവട്ടത്തിൽ ഇരുന്നു കൊണ്ട് സഖാക്കൾ പറയുന്ന, അല്ലെങ്കിൽ CPM പറയുന്ന, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുന്ന ചില ഡയലോഗുകളുണ്ട്. ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളത് നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. എന്നാൽ ഒരു സംസ്ഥാനത്തിരുന്ന് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ ഈ രാജ്യത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമുദായങ്ങൾ? എവിടെയാണോ ഈ ബില്ല് കൊണ്ടുവന്നത്, എവിടെയാണോ ഈ നിയമം കൊണ്ടുവരുന്നത്, അവിടെ നിന്ന് തന്നെ അത് വലിച്ചെറിയിക്കേണ്ട തന്റെ ഇടത്തോട് കൂടിയിട്ടുള്ള ഒരു സംവിധാനം ഈ രാജ്യത്ത് ഉയർന്നു വരിക മാത്രമാണ് ഇതിന് പരിഹാരം. അതാരാണ് ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടത്? 20, 26, 30 സീറ്റിൽ മത്സരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന് കോൺഗ്രസിനും BJPക്കും ബദലായിട്ട് ഇന്ത്യ ഭരിക്കാനാവോ? ഏത് കണ്ണുപൊട്ടൻ, ഏത് കുരുടനറിയാത്തത്? അങ്ങനെ സംഭവം നടക്കില്ല, നടക്കുന്ന കാര്യമല്ല എന്ന്. CPM എന്തിനാണ് ഇപ്പോൾ ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് പരാജയപ്പെടുത്തി BJPക്ക് വിടുപണി ചെയ്യുന്ന രാഷ്ട്രീയം. ഇതെപ്പോ തുടങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ? നിങ്ങൾ ആലോചിച്ചു, CPIന്റെ ദേശീയ എക്സിക്യൂട്ടീവ് തെറ്റിപ്പിരിഞ്ഞിട്ട് 43 ആളുകളുമായിട്ട് CPMന്റെ പ്രഥമ യോഗം നടന്നിട്ട് ആ യോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയ പ്രസംഗം എന്താണെന്നറിയോ? ബൂർഷ പാർട്ടിയായ കോൺഗ്രസിനെ പരാജയപ്പെടുത്തലാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം. കോൺഗ്രസിനെ ഈ രാജ്യത്ത് ഇല്ലാതാക്കലാണ് നമ്മുടെ ലക്ഷ്യം. കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യ എന്ന ആശയം തന്നെ ഈ രാജ്യത്ത് BJPക്കാരനല്ല കൊണ്ടുവന്നത്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ, ബൂർഷ പാർട്ടിയെ ഈ രാജ്യത്ത് നിന്ന് പരാജയപ്പെടുത്തലാണ് ആത്യന്തികമായി നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM ഈ രാജ്യത്ത് പ്രവർത്തിച്ചത്. അവൻ എങ്ങനെയാണ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം അതിൽ ആത്മാർത്ഥതയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുക? അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ? ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് നിങ്ങൾ കാണുന്നില്ലേ? കോൺഗ്രസിനെതിരായിട്ടല്ലാതെ BJPക്കെതിരെ ഒരു വാക്ക് പറയാൻ ഞാൻ പല ഗ്രൂപ്പിലും സഖാക്കളോട് ചോദിച്ചു, വെല്ലുവിളിച്ച് ചോദിച്ചു. ഞാൻ പിണറായി വിജയൻ RSSനെതിരെ ഡയലോഗ് അല്ലാതെ പ്രായോഗികപരമായിട്ട് നടത്തിയ ഒരു കാര്യം പറയാൻ തന്നെ ഇന്ന് വരെ ഒരു സഖാക്കൾ അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഞാനടക്കമുള്ള ഒരുപാട് ലീഗിന്റെ പ്രവർത്തകന്മാർ, UDFന്റെ പ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ച ചോദ്യമാണത്. നിങ്ങളൊക്കെ ചോദിക്കുക, വോട്ടിന് വേണ്ടിയിട്ട് നിങ്ങളെ വീട്ടിലേക്ക് കടന്നു വരുമ്പം ഈ ഒരൊറ്റ ചോദ്യം ചോദിക്കുക. 8 വർഷത്തെ സഖാവ് പിണറായി വിജയന്റെ ഭരണത്തിൽ RSSനെതിരെ ഡയലോഗ് അടിക്കുകയല്ലാതെ പ്രായോഗികപരമായിട്ട് RSSകാരൻ നടത്തിയ ഒരു തോന്നിവാസത്തിൽ തെളിവുകൾ ശേഖരിച്ച് അവന് ശിക്ഷ വാങ്ങിക്കൊടുത്ത് അവനെ ജയിലിലാക്കിയ ഒരു സംഭവം പറയാൻ ഞാൻ കഴിഞ്ഞ വോയിസിലൂടെ തന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ഒരു വോയിസ് പ്രചരിക്കുന്നുണ്ട്. ഞാൻ അതിൽ വ്യക്തമായി ചോദിച്ചിട്ടുണ്ട്, കോടിയേരി ബാലകൃഷ്ണ ബോംബെറിഞ്ഞ കേസിലെ പ്രതികൾ ഏത് ജയിലാണുള്ളത്? ഷംസീറിനെ ആക്രമിച്ച കേസിലെ പ്രതികൾ ഏത് ജയിലിലാണുള്ളത്? ഈ മോഹൻ മാഷെ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹൻ മാഷെ കൊല്ലാൻ വേണ്ടി ബോംബെറിഞ്ഞത് എന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. അതിലെ പ്രതികൾ ഏത് ജയിലാണുള്ളത്? ജയരാജനെ വധസഭ നടത്തി RSS ശിക്ഷമായി കൊടുത്തോ? 4 DYFI പ്രവർത്തകന്മാർ കൊലപ്പെടുത്തിയില്ല, ആ കൊലപ്പെടുത്തി RSS ശിക്ഷമായി കൊടുത്തു. എല്ലാവരെയും തെളിവില്ല എന്ന് പറഞ്ഞ് വെറുതെ വിട്ടില്ലേ കോടതി? എത്ര കേസുകൾ നമ്മൾ മുമ്പിലുണ്ട്. പാലത്തായിലെ കേസ് എന്തായിരുന്നു നമുക്കറിയാലോ.
അങ്ങനെ RSS നടത്തുന്ന സകല തോന്നിവാസങ്ങൾക്കും വിടിപണി ചെയ്യുന്ന ഒരു വിടിപണി രാഷ്ട്രീയമായിട്ട് പോകുന്ന പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകാരും എങ്ങനെയാണ് മുസ്ലിം സമുദായം വിശ്വസിക്കേണ്ടത്? ഇനി അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് നടന്ന സംഭവങ്ങൾ നിങ്ങൾ നോക്ക്. കളമശ്ശേരി ബോംബ് സ്ഫോടനം നടന്നു. ആ കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പെടുത്ത് കേസെടുത്ത ആളുകളാണ് രാജീവ് ചന്ദ്രശേഖർ, അനിൽ ആന്റണി. ഏതെങ്കിലും ഒരു ദിവസം അവരെ വിളിച്ച് ചോദ്യം ചെയ്യോ ആ കേസിന്റെ തുടർനടപടി മുന്നോട്ട് പോകുന്നതോ ഏതെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ പറ്റുമോ? ഇനി അതെല്ലാം പോട്ടെ, ദേശാഭിമാനിയും കൈരളിയും ദിവസങ്ങളോളം ലേഖന പരമ്പരയായിട്ട് എഴുതിയതാണ് സുരേന്ദ്രന്റെ കോൽപ്പണ കേസ്. ആ പരമ്പരയും കൈരളി വാർത്തകളൊക്കെ കേട്ടാൽ നമുക്കറിയാൻ പറ്റും. വ്യക്തമായ തെളിവുകൾ വെച്ചാണ് അവർ നമ്മുടെ മുമ്പിലേക്ക് അത് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ആ സുരേന്ദ്രനെ 10 മിനിറ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് ചോദ്യം ചെയ്യാൻ പോലും ത്രാണിയില്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരനാണ്. ന്യൂനപക്ഷങ്ങളെ നോക്കിയിട്ട് ഞങ്ങൾ RSS ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അത് പുല്ലിന് വില വെക്കാതെ വലിച്ചെറിയാൻ ഈ സമുദായമുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. RSSന് വിട്ടുപണി ചെയ്യുന്ന രാഷ്ട്രീയം, നീതിയും നിയമവും ഒരു വിഭാഗത്തിന് മാത്രം സംവരണം ചെയ്യപ്പെട്ട പോലെ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ ഭരണവും അവന്റെ പ്രവർത്തനങ്ങളും, അതിനെതിരെ കൂടി പ്രതികരിക്കാനുള്ള ഒരു അനുഗ്രഹമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കി നമ്മുടെ കൈവിരൽ തുമ്പുന്ന മഷി സംഘപരിവാറിന് കൊല്ലുന്നവർക്കെതിരെയും സംഘപരിവാർ ഫാസിസ്റ്റ് ശക്തികൾക്ക് നമ്മളെ കൊടി കാണാത്തതിന് പരിഹസിച്ച ആളുകള്, നമ്മളെ പേര് മാറ്റണമെന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകള്, മുസ്ലിം ലീഗിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്ന ആളുകള്, നിങ്ങൾ ആലോചിച്ച് നോക്കി ഇന്ന് ആ പാർട്ടി അവിടെ എത്തിയെന്ന്. ഇന്നലെ വരെ ഈ പാർട്ടിക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച, തന്റെ യുവത്വം മുഴുവനും പാർട്ടിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുള്ള, ബോർഡ് എഴുതാനും സിന്ദാബാദ് വിളിക്കാനും പിക്കറ്റിങ്ങിനും മാർച്ചിനും മനുഷ്യച്ചങ്ങന തുടങ്ങിയ എല്ലാത്തിനും പിന്നിൽ നിന്ന് പ്രവർത്തിച്ച്, ഒപ്പം നിന്ന് പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച യുവജന പ്രസ്ഥാനത്തെ തള്ളിപ്പറയേണ്ട ഗതികേടിലാണ് കമ്മ്യൂണിസ്റ്റുകാരൻ. അങ്ങനെ ഒരു ഗതികേട് ഭൂമിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വന്നിട്ടുണ്ടോ? ചോരേറ്റ് നടത്താനും സിന്ദാബാദ് വിളിക്കാനും മാർച്ച് നടത്താനും പിക്കറ്റിംഗ് നടത്താനും ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്ന ഡിവൈഎഫ്ഐയുടെ ചെറുപ്പക്കാർക്ക്, ആ സംഘടനയെ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗതികെട്ട ഒരു പാർട്ടി ഇന്ത്യയിൽ വേറെ ഉണ്ട്. എന്താ അങ്ങനെ പറയേണ്ടി വന്നത്? എന്താണ് അങ്ങനെ പറയേണ്ടി വന്നത്? ഒരു വിഭാഗത്തെ അവർ വളർത്തിയെടുത്തത് നേരിന്റെ മാർഗത്തിലല്ല എന്നതിന്റെ വ്യക്തമായ തെളിവാണത്. നേരിന്റെ മാർഗത്തിലല്ല. മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും പറഞ്ഞോ യൂത്ത് ലീഗ് നമ്മളെ യുവജന സംഘടനയല്ല എന്ന്? മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും പറഞ്ഞോ MSF നമ്മളെ യുവജന സംഘടനയല്ല എന്ന്? എന്നാൽ ഡിവൈഎഫ്ഐ ഞങ്ങളെ യുവജന സംഘടന എന്ന് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. അതിലൊക്കെ വിരോധാഭാസം എന്ന് പറയട്ടെ. നമ്മുടെ യുവജന സംഘടനയല്ല, CPM ആയിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡിവൈഎഫ് നേതാവിന് അരിവാൾ ചുറ്റിക ചിഹ്നം കൊടുത്തിട്ട് മത്സരിക്കുന്നില്ല. അത് വേറെ രസം. പക്ഷെ ഇവിടെ കാതലായ മറ്റൊരു ചോദ്യമുണ്ട് സഖാക്കളോട്. ഇത്രയും കാലം ഈ രാജ്യത്ത് പ്രവർത്തിച്ചിട്ട്, ഇത്രയും കാലം ഈ രാജ്യത്ത് കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും വലിയ ഘോരഘോരമായിട്ട് സംസാരിച്ചുകൊണ്ട് പ്രവർത്തിച്ചിട്ട് ഈ കാലത്തിന്റെ ഇടയ്ക്ക് CPM എന്ന് പറയുന്ന ആ പാർട്ടിയുടെ നിലപാടിനോട് ഒട്ടി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്തിനാണ് ചങ്ങാതികളെ ആർക്കും വേണ്ടാത്ത ഈ ഒരു കൊടിയും പിടിച്ച് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ യുവജനങ്ങളുടെ കാര്യം നിങ്ങൾ പരിഹരിക്കുക? പിന്നെ എങ്ങനെയാണ് കേരളത്തിലെ ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ അഡ്രസ് ചെയ്യുക? നിങ്ങൾക്കൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം അല്ലാതെ നിങ്ങൾ തള്ളിപ്പറയുന്നു, നിങ്ങൾക്കൊരു യുവജന സംഘടന അല്ല എന്ന് CPM തള്ളിപ്പറയുന്നു എന്ന് വെച്ചാൽ എന്ത് വിവരക്കേടുകളും എഴുന്നള്ളിക്കാനും മടിയില്ലാത്ത ഒരു വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുകയും താൽക്കാലിക ലാഭത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു പാർട്ടിക്കാരാണ്. ചരിത്രപരമായ മണ്ടത്തരം ചർച്ച ചെയ്യാൻ വേണ്ടി പോളിറ്റ് ബ്യൂറോ കൂടിയ പാർട്ടിയാണ് CPM. അതിനേക്കാളും വലിയ വേറെ എന്തെങ്കിലുണ്ടോ? ഒരു പോളിറ്റ് ബ്യൂറോ കൂടി തന്നെ ചരിത്രപരമായ മണ്ടത്തരം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ പാർട്ടിയാണ് മുസ്ലിം ലീഗിനെയും ആ മുസ്ലിം ലീഗ് ഉൾക്കൊള്ളുന്ന മുന്നണി സംവിധാനത്തെയും വ്യക്തമായ നിലപാട് വെച്ച് മുന്നോട്ട് പോകുന്ന സംവിധാനത്തെ പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും വേണ്ടി വരുന്നത് എന്ന ബോധം. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ധർമ്മവും അധർമ്മവും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. നമ്മൾ ധർമ്മത്തിന്റെ പാതയിലാണ്, ധർമ്മത്തിന്റെ പാതയിലാണ് നമ്മളുള്ളത്. നമുക്ക് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണം, ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തണം. പൂർവികരായ മഹത്തുക്കൾ ജീവത്യാഗം ചെയ്ത് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യവും മഹാനായ അംബേദ്കറെ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് പറഞ്ഞയച്ചത് നമ്മുടെ പാർട്ടിയാണ്. ആ അംബേദ്കറൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഭരണഘടനയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യം, ഈ രാജ്യം ഇവിടെ നിലനിൽക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് UDF-ഉം മുസ്ലിം ലീഗും ഒക്കെ നടത്തുന്നത്, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ നടത്തുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് അതിന്റെ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കണം. താൽക്കാലികമായിട്ടുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഇട്ടാവാട്ടത്തിലെ ഭരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഭരണത്തെക്കുറിച്ചൊന്നും നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതാണ്ട് 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ഒരു ബസ് കേരളത്തിന്റെ അങ്ങേ അറ്റത്തു നിന്നും ഇങ്ങേ അറ്റത്തേക്ക് യാത്ര ചെയ്ത്, നമുക്ക് ഓർമ്മയില്ലേ? പ്രതിഷേധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും
അതിന്റെ പിന്നാലെ നടന്നതും നമുക്കറിയില്ലേ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്ക് എന്റെ പ്രിയപ്പെട്ടവരെ. ആ നവകേരള യാത്രയിൽ ആ പരിപാടി കൊണ്ട് 4 അണയുടെ ഒരു ഉപകാരം ഈ ദിവസം വരെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മനുഷ്യന് കിട്ടിയിട്ടുണ്ടോ എന്ന്? ഇതൊക്കെ ജനങ്ങൾ കാണുകയാണ്. ദൂർത്തടിച്ചുകൊണ്ടും കളവ് നടത്തിക്കൊണ്ടും അടിച്ചു മാറ്റിക്കൊണ്ടും കൊള്ളയും കൊള്ളിവെപ്പും നടന്നുകൊണ്ടും ഒരു സർക്കാർ ജനങ്ങളെ ദുരിതത്തിലാക്കി മുന്നോട്ട് പോവുകയാണ്. ആ സർക്കാരിനെതിരായിട്ടും ഈ രാജ്യം കാലാകാലം കാത്തുസൂക്ഷിച്ച പൈതൃകത്തെ തകർക്കാൻ ശ്രമിക്കുന്ന, ഈ രാജ്യം കാലാകാലം കാത്തുസൂക്ഷിച്ച മതസൗഹാർദ്ദത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഈ രാജ്യത്തിന്റെ പാരമ്പര്യത്തെയും ഈ രാജ്യത്തിന്റെ അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന സംഘപരിവാർ ശക്തികൾക്കും എതിരായിട്ടുള്ള ഒരു ധർമ്മയുദ്ധമാണ് ഈ 2024 നടക്കുന്നത്. ആ യുദ്ധത്തിൽ വിജയം നമുക്ക് കിട്ടണമെങ്കിൽ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടി നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഇന്ത്യയിലെ ജനങ്ങളിൽ നേരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് പല സർവേകളിലും നമുക്ക് ആശാവഹമായ റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ നമ്മളൊക്കെ സന്തോഷിക്കുകയാണ്. ആ ഇന്ത്യ മുന്നണിയുടെ കയ്യിലേക്ക് ഇന്ത്യയുടെ അധികാരം എത്തിയാൽ മാത്രമേ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടു കൂടി നമ്മളൊക്കെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ഗ്രൂപ്പിൽ ഈ ചർച്ച നടക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഫേക്കുകളും കളവുകളും പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾക്കിടയിൽ ഭിന്നിപ്പിന്റെ പിത്തിരവാകാൻ വേണ്ടി ശ്രമിക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെയും നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾക്ക് പോയി നമ്മൾ നിന്ന് തലവെക്കാതെ സത്യസന്ധമായ ആരോഗ്യകരമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ പോരാട്ടത്തിൽ വിജയിക്കാൻ സാധിക്കും. എത്രയോ പ്രശ്നങ്ങൾ, ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഫേക്കുകളിൽ വന്നിട്ട് നമ്മൾക്കിടയിൽ ഭിന്നിപ്പും ഛിദ്രതയും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ പോരാട്ടത്തിൽ പങ്കാളികളാകണം. നമ്മുടെ നേതാക്കന്മാർ ഒരിക്കലും നമ്മളെ വഴിതെറ്റിക്കില്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുണ്ട്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചു പോയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഒരുപാട് പ്രയാസങ്ങളെ നേരിട്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ്. കയ്യൂക്കിന്റെയും മസിൽ പവറിന്റെയും ഒന്നും കരുത്തുകൊണ്ടല്ല, സത്യസന്ധമായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, സത്യസന്ധമായ നിലപാട് പറഞ്ഞുകൊണ്ട്, ഇന്ത്യയിലെ പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അത്തരം പ്രചരണങ്ങളെയും അത്തരം പരിഹാസങ്ങളെയും ഒക്കെ പരാജയപ്പെടുത്തിയ പാരമ്പര്യമാണ് നമ്മുടെ പ്രസ്ഥാനത്തിനുള്ളത്. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യം ഈ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യതയാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വിട്ടുവീഴ്ചകൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ ചെയ്തത്, സീറ്റിന്റെ കാര്യത്തിൽ ചെയ്തത്, പതാകയുടെ കാര്യത്തിൽ ചെയ്തത്, അങ്ങനെ പലതിലും നമ്മൾ ചെയ്തത് നമുക്ക് പാർട്ടി വലുതാക്കലോ പാർട്ടിയുടെ അംഗങ്ങളെ എണ്ണമുണ്ടാക്കലോ അല്ല വലുത്. ഈ പാർട്ടി ഉണ്ടാക്കുമ്പോൾ കായിക മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിന് വലിയൊരു ഓഫർ കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നില്ല. വലിയ രാഷ്ട്രീയ ബോധമുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ആളുകൾ ഈ ഗ്രൂപ്പുള്ളത് കൊണ്ട് ഒക്കെ അറിയണ്ടാവും. ഏറ്റവും വലിയ ഓഫറായിരുന്നു. ആ ഓഫർ തള്ളിക്കൊണ്ടാണ് കായിക മില്ലത്ത് പറഞ്ഞത്, എനിക്ക് അധികാര സ്ഥാനങ്ങളും ഒന്നുമല്ല വേണ്ടത്, എന്റെ സമുദായത്തിന്റെ അസ്തിത്വവും വ്യക്തിത്വവുമാണ് എന്ന്. അതുകൊണ്ട് നമ്മുടെ അസ്തിത്വവും വ്യക്തിത്വവും ഈ രാജ്യത്ത് നിലനിർത്തേണ്ടത് നമുക്ക് നിർബന്ധമാണ്. അതുപോലെ തന്നെ നാനാ ജാതി മതങ്ങൾക്കും അവരെ മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ചുള്ള അവകാശങ്ങൾ നടത്താനും ഓരോ മതത്തിനും അതിന്റെ പ്രബോധനങ്ങൾ നടത്താനും എല്ലാമുള്ള അവകാശത്തെ ഇവിടെ വെച്ച് കിട്ടലാണ് നമ്മുടെ മുമ്പിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആ ഒരു പോരാട്ടത്തിൽ എല്ലാം മറന്നുകൊണ്ട് നമ്മുടെ നേതാക്കന്മാർക്ക് UDF നേതൃത്വത്തിന്റെ പിന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് നമ്മുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.